പലസ്തീൻ പ്രേമം തുടരുകയാണ് CPM. പാർട്ടി കോൺഗ്രസിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രതിനിധികൾ. കഫിയ ധരിച്ചെത്തിയ പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ചാണ് പിന്തുണ അറിയിച്ചത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടെന്നും മധുരയിൽ ചേർന്ന യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ CPMൻ്റെ പാർട്ടി കോൺഗ്രസ് അത് മധുരയിലാണ് നടക്കുന്നത്. അവിടെ നിന്നുള്ള വാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സമ്മേളനം. പാലസ്തീന് കഫിയ അല്ലെങ്കിൽ അവിടുത്തെ വേഷം ധരിച്ചെത്തിയ പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ചാണ് പിന്തുണ അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വിനോദ്. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആണ് ഇന്ന് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തെ അംഗീകരിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുമ്പോഴാണ് കഫിയ ധരിച്ചെത്തി പ്രതിനിധികളെല്ലാം തന്നെ മുദ്രാവാക്യം വിളിച്ചത്. ഇസ്രയേലിനെതിരായ മുദ്രാവാക്യവും മുഴക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ പൂർണ്ണമായും പാലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സമീപനത്തിലേക്ക് CPM നിലപാട് ആവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ശ്രദ്ധേയമായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടക്കമുള്ള പരാജയത്തിൽ അത് ഇത്തരത്തിലുള്ള CPMന്റെ ചില നയങ്ങൾ അത് തിരിച്ചടിയാവുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടാവുകയും അത് കേന്ദ്ര കമ്മിറ്റി തന്നെ അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ സംസ്ഥാന ഘടകത്തിന് നൽകുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ ദേശീയ തലത്തിലടക്കം ഇല്ലെങ്കിൽ CPMന്റെ പൊതു നയം എന്നത് പാലസ്തീന് ഒപ്പമാണ് എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പാലസ്തീൻ അനുകൂല പ്രമേയം അവതരിപ്പിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ഈ കഫിയ ധരിച്ചെത്തി അത്ര കണ്ട് അതിനോട് ഇഴുകിച്ചേർന്ന് തന്നെ CPM നിൽക്കുന്നു എന്ന് പ്രകടിപ്പിക്കുകയും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തത്. CPMന്റെ വിവിധ ഔദ്യോഗിക പേജുകളിലെല്ലാം തന്നെ, സമൂഹ മാധ്യമങ്ങളിലെ പേജുകളിലെല്ലാം തന്നെ അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം ഇതിനോടകം തന്നെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, ഇതിന്റെ റിപ്പോർട്ട് അവതരണത്തിൽ, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ തന്നെ ന്യൂനപക്ഷങ്ങളുമായി പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിലൊക്കെയുള്ള അതിലേക്ക് കൂടുതൽ അടുക്കണം, ഇഴുകിച്ചേരണം എന്നെല്ലാമുള്ള ഒരു ലക്ഷ്യം പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ എല്ലാം തുടർച്ചയായി തന്നെ വേണം ഇത്തരം പാർട്ടിയുടെ ഈ നയ സമീപനങ്ങളെ നമുക്ക് കാണാനും. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് വ്യക്തമാണ് പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. മധുരയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന CPM പാർട്ടി കോൺഗ്രസ് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ പ്രതിനിധികൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ. സംസ്ഥാനത്ത് തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകൾക്കാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, തലസ്ഥാനത്തടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾ.